നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട്ടിലെ കാട്ടാന ആക്രമണവും പ്രേമചന്ദ്രന്റെയും പ്രധാനമന്ത്രിയുടെ വിരുന്നും വളർത്തി വലുതാക്കി മാധ്യമങ്ങളിൽ കളം പിടിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR കമ്പനികൾ ശ്രമങ്ങൾ ഉച്ചസ്ഥായിലാക്കിയതായി പ്രതിപക്ഷ നേതാക്കൾക്ക് വിവരം ലഭിച്ചു. മകൾ വീണ വിജയന് ലഭിച്ച സമൻസിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്നും മാറ്റി നിർത്താനാണ് ശ്രമം. കേസ് കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നതും ഒരു കാരണമാണ്. യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രൻ വിവാദം എന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ആനയെ മയക്കുവെടി വെച്ച് എന്നെ തളയ്ക്കാമായിരുന്നു. വീണ വരുമ്പോൾ വിഷയം വഴിമാറുമെന്ന പഴയ തന്ത്രം തന്നെയാണ് ഇപ്പോഴും പുറത്തെടുക്കുന്നത്. പണ്ടും പ്രേമചന്ദ്രന്റെ CPM സംഖ്യയാക്കിയിരുന്നു. 2014 സീറ്റ് നിഷേധിച്ചതോടെയാണ് പ്രേമചന്ദ്രന്റെ RSP ഇടതുമുന്നണി വിട്ടത്. UDF-ലെത്തിയതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് പ്രേമചന്ദ്രന് നൽകി. സീറ്റിന് വേണ്ടി പാർട്ടി മാറിയെന്ന ആരോപണം ഉന്നയിച്ച ഇടതുമുന്നണി അന്ന് പ്രേമചന്ദ്രനെ തറപറ്റിക്കാൻ ഇറക്കിയത് സിറ്റിംഗ് MLA കൂടിയായ MA ബേബിയായിരുന്നു. പ്രചാരണത്തിൽ ഇടതു നേതാക്കൾ പ്രേമചന്ദ്രനെ കടന്നാക്രമിച്ചു. അന്ന് CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ കൊല്ലത്തെ പ്രചാരണ യോഗത്തിൽ പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിശേഷിപ്പിച്ചു. ഈ യോഗം തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കാൻ UDF-ന് കഴിഞ്ഞു. ഫലം വന്നപ്പോൾ 37,649 വോട്ടിനായിരുന്നു ജയം. കഴിഞ്ഞ തവണ കൊല്ലം തിരിച്ചുപിടിക്കാൻ രാജ്യസഭ MP ആയിരുന്ന KN ബാലഗോപാലിനെയാണ് CPM ഇറക്കിയത്. BJP-യുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന ആരോപണമാണ് CPM നേതാക്കൾ തുടക്കം മുതൽ പ്രേമചന്ദ്രനെതിരെ ഉന്നയിച്ചത്. സംഘിയാണെന്നും വിജയിച്ചാൽ BJP-ക്ക് ഒപ്പം പോകുമെന്നും പ്രചരിപ്പിച്ചു. 1988 മുതൽ CPM ഉൾപ്പെട്ട മുന്നണിയുമായി ചേർന്ന് പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിച്ചപ്പോൾ സംഘിയായിരുന്നില്ലെന്നും 2019 മുത്തലാഖ് ബില്ലിനെതിരെ പ്രമേയം അവതരിപ്പിച്ചപ്പോഴാണ് സംഘിയാക്കിയതെന്നുമായിരുന്നു പ്രേമചന്ദ്രന്റെ മറുപടി. CPM വർഗീയ വിഷം ചീറ്റി നടത്തിയ പ്രചാരണം ജനങ്ങൾ തള്ളി. സമ്പത്തും സംഘടനയും അധികാരവും ഉപയോഗിച്ച് ഒരു MLA-യുടെയും 2 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ വർഗീയ വിഷം ചീറ്റി വീടാനന്തരം ജമാഅത്തുകൾ കേന്ദ്രീകരിച്ചും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വില കുറഞ്ഞ പ്രചാരണമാണ് CPM നടത്തിയത്. അതെല്ലാം ജനം തള്ളിക്കളഞ്ഞു. ജനം നൽകിയ അംഗീകാരമായിരുന്നു പ്രേമചന്ദ്രന്റെ വിജയം. 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം നേടിയാണ് CPM-ലെ KN ബാലഗോപാലിനെ തോൽപ്പിച്ച് പ്രേമചന്ദ്രൻ വീണ്ടും ഡൽഹിക്ക് വണ്ടി കയറിയത്. അത് ഭൂരിപക്ഷം 4 ഇരട്ടിയാക്കിയ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ, കൊല്ലം, കുണ്ടറ, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണി ജയിച്ചത്. ഈ മേധാവിത്വം മറികടന്നാണ് പ്രേമചന്ദ്രന്റെ ജയം. വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് ഇടതുമുന്നണിക്ക് മാത്രം. ദുർബല സ്ഥാനാർത്ഥി എന്ന ആരോപണം ഉണ്ടായിട്ട് BJP 1,02,319 വോട്ട് നേടി. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നൽകിയ കുണ്ടറയും പുനലൂരും LDF-നെ കൈവിട്ടു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ J. മേഴ്സിക്കുട്ടിയമ്മയുടെയും K. രാജുവിന്റെയും മണ്ഡലങ്ങളായിരുന്നു ഇത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000-ലധികം വോട്ട് നേടി വിജയിച്ച മണ്ഡലങ്ങളാണിവ. കുണ്ടറയിൽ J. മേഴ്സിക്കുട്ടിയമ്മ 30,460 വോട്ടിനാണ് കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താനെ തോൽപ്പിച്ചത്. ഇവിടെ 24,309 വോട്ടാണ് പ്രേമചന്ദ്രന്റെ ലീഡ്. LDF-ന് ലീഡ് കിട്ടുമെന്ന നേതാക്കളും അണികളും ഉറച്ചു വിശ്വസിക്കുകയും പ്രതീക്ഷ പുലർത്തുകയും ചെയ്തിരുന്ന മണ്ഡലം കൂടിയാണ് കുണ്ടറ. കുണ്ടറയിൽ UDF 79,217 വോട്ടും LDF 54,908 വോട്ടും BJP-ക്ക് 14,696 വോട്ടുമാണ് നേടിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി K. രാജു 33,582 വോട്ടിനും മുസ്ലിം ലീഗിലെ A. യൂനുസ് കുഞ്ഞിനെ തറ പറ്റിച്ച പുനലൂരാണ് മാറി ചിന്തിച്ചത്. പുനലൂരിൽ ഇത്തവണ 14,696 വോട്ടാണ് പ്രേമചന്ദ്രന്റെ ലീഡ്. എല്ലാ കാലത്തും LDF-നെ തുടച്ചിരുന്ന മണ്ഡലമാണ് പുനലൂർ. കിഴക്കൻ മലയോര മേഖലയായ പുനലൂരിനെ തിരിച്ചടി LDF പ്രതീക്ഷിക്കാത്തതായിരുന്നു. പുനലൂരിൽ UDF 73,622 വോട്ടും LDF 54,956 വോട്ടും BJP 16,168 വോട്ടുമാണ് നേടിയത്. ജില്ലയിലെ 2 മന്ത്രിമണ്ഡലങ്ങളിൽ LDF നേരിട്ട തിരിച്ചടി വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. കോൺഗ്രസ് പിന്തുണയോടെ കൊല്ലം മണ്ഡലം ചുവന്നപ്പോൾ ഉദിച്ചുയർന്നയാളാണ് പ്രേമചന്ദ്രൻ. മണ്ഡലത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് വോട്ടായി കിട്ടിയ ഊർജ്ജത്തിൽ എല്ലാ ആരോപണങ്ങളും അസത്യ പ്രചാരണങ്ങളും ഇല്ലാതായി. ആദ്യ തവണത്തെ ഭൂരിപക്ഷത്തിൽ 5 ഇരട്ടിയോളം നേടി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ പ്രതിനിധിയായത്. രാജ്യസഭാ അംഗമായിരുന്ന KN ബാലഗോപാലിനെ മുന്നിൽ നിർത്തി CPI ശക്തമായ മത്സരത്തിന് ശ്രമിച്ചെങ്കിലും UDF തരംഗത്തിലെല്ലാം നിഷ്പ്രഭമായി. മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചത് ചുവന്ന കൊടി തന്നെയാണല്ലോ എന്ന് ഇടതുപക്ഷത്തിനും ആശ്വസിച്ചു. 1,00,000-ന് മേൽ ലീഡ് കിട്ടുമെന്ന UDF നേതാക്കളോ അണികളോ പോലും കണക്ക് കൂട്ടിയിരുന്നില്ല. UDF ജയിക്കുമ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നിരുന്ന നിയമസഭാ മണ്ഡലങ്ങളും പ്രേമചന്ദ്രനൊപ്പം നിന്നു. എല്ലാ മണ്ഡലത്തിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF-നൊപ്പം നിന്നിട്ടുള്ള ചടയമംഗലം, ചാത്തന്നൂർ, പുനലൂർ മണ്ഡലങ്ങളും വലതിനൊപ്പമായി. 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് പ്രേമചന്ദ്രന് ലഭിച്ചത്. വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ മുന്നിലായ പ്രേമചന്ദ്രനെ ഒരിക്കൽ പോലും പിന്നോക്കം പോകേണ്ടി വന്നില്ല. 2014 പോളിംഗ് ശതമാനത്തിൽ 2.24% വർദ്ധിച്ച് 74.36% പേരാണ് വോട്ട്
രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനത്തിലെ വർധന UDF-നാണ് മേൽക്കൈ നേടിക്കൊടുത്തത്. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉയർന്നതോടെ വലിയ വിജയമായിരുന്നു UDF ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നത്. സംഖ്യപ്രയോഗം അനുകൂലമായ തരംഗമുണ്ടാക്കിയെന്നാണ് ഫലം വ്യക്തമാക്കിയത്. ആദ്യം തന്നെ UDF ലീഡ് നേടിയിട്ടും പ്രവർത്തകരാരും പുറത്തിറങ്ങാതെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്ന് വോട്ടെണ്ണൽ വീക്ഷിക്കുകയായിരുന്നു. ലീഡ് 35,000 കടന്നതോടെ ചുരുക്കം ചില കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ കൊടികളുമായി എത്തി. എന്നാൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സമീപത്തേക്ക് പ്രവേശിക്കാതെ പോലീസ് തടഞ്ഞതോടെ ഇവർ മുദ്രാവാക്യം വിളിച്ച ശേഷം തിരിച്ചുപോയി. ലീഡ് 40,000 കടന്നതോടെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ DCC ഓഫീസിലെത്തി കോൺഗ്രസ് നേതാക്കളെ കണ്ട് ആഹ്ലാദം പങ്കിട്ടു. ശേഷം നേതാക്കളോടൊപ്പം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. ലീഡ് 50,000 കടന്നതോടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ചെറു സംഘങ്ങൾ ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമായി നഗരത്തിൽ ആഘോഷങ്ങൾ തുടങ്ങി. NK പ്രേമചന്ദ്രൻ കൊല്ലം നിലനിർത്തിയത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ്. മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം പ്രേമചന്ദ്രന്റെ പേരിലായി. LDF ശക്തി കേന്ദ്രങ്ങളെ കടപുഴക്കിയുള്ള തേരോട്ടത്തിൽ 1,49,772 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. കൊല്ലം മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ മുൻപ് 2 തവണയാണ് 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത്. 1977 RSPയിലെ N ശ്രീകണ്ഠൻ 1,13,161 വോട്ടിനും 2004 CPM-ലെ P രാജേന്ദ്രൻ 1,11,071 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ജയിച്ചതാണ് മുൻ ചരിത്രം. കൂടിയ ഭൂരിപക്ഷം നേടിയവരിൽ 2 പേർ RSP സ്ഥാനാർത്ഥികളാണ് എന്നത് മറ്റൊരു പ്രത്യേകത. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ പ്രേമചന്ദ്രന്റെ വ്യക്തമായി ലീഡ് സ്വന്തമാക്കിയിരുന്നു. 2014 37,649 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CPM-ലെ MA ബേബിയെ പ്രേമചന്ദ്രൻ മറികടന്നത്. അന്ന് ലീഡ് കിട്ടാതിരുന്ന 3 മണ്ഡലങ്ങൾ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രന്റെ മുന്നേറ്റം. അതും ചരിത്രമാണ്. ചവറ 27,568, പുനലൂർ 18,666, ചടയമംഗലം 14,232, കുണ്ടറ 24,309, കൊല്ലം 24,545, ഇരവിപുരം 20,536, ചാത്തന്നൂർ 17,032 എന്നിങ്ങനെയാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ലീഡ് നില. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ 33,199 വോട്ടോടെ BJP സ്ഥാനാർത്ഥി ഗോപകുമാർ രണ്ടാമതെത്തിയിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19,621 വോട്ട് മാത്രമാണ് NDA സ്ഥാനാർത്ഥി KV സാബുവിന് നേടാനായത്. LDF വോട്ട് ബാങ്കിനുണ്ടായ ചോർച്ച പ്രേമചന്ദ്രന് അനുകൂലമായെന്നും LDF വോട്ട് വ്യാപകമായി തനിക്ക് ലഭിച്ചതിന് തെളിവാണ് ചടയമംഗലത്തെ വോട്ടിന്റെ നിലയെന്നും NK പ്രേമചന്ദ്രൻ അന്ന് പറഞ്ഞു. BJPക്ക് വോട്ട് കൂടുകയും തന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്തു. ഇതും തന്റെ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതായി അദ്ദേഹം കൊല്ലം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയെ താനാണ് നിർത്തിയതെന്നായിരുന്നു പ്രചാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MA ബേബിക്ക് ലഭിച്ച വോട്ട് പോലും KN ബാലഗോപാലിന് കിട്ടിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭീകരമായ ഇടിവാണ് LDF വോട്ടിൽ സംഭവിച്ചത്. അപ്പോൾ ചോർന്നത് ആരുടെ വോട്ടാണെന്ന് സ്വയം പരിശോധിക്കണം. ശബരിമല യുവതീ പ്രവേശന വിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയവൽക്കരിച്ചത് തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടിയായി. സവർണരും അവർണറും തമ്മിലെ പ്രശ്നങ്ങളാണ് ശബരിമലയിലേതെന്ന് പറഞ്ഞ് വിഷയം ആദ്യം വർഗീയവൽക്കരിച്ചത് പിണറായിയാണ്. ഈ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് ജനം നൽകിയത്. RSP ഇടതുമുന്നണി വിട്ടതിൽ യാതൊരു കുറ്റബോധവുമില്ലെന്നും കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ടുള്ള ഇടതുചേരിയാണ് RSP ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. RSP ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം, കൊല്ലം മണ്ഡലത്തിൽ നിന്ന് 4ാം തവണ ലോക്സഭയിലേക്ക് സിറ്റിംഗ് MP, തുടർച്ചയായി 2ാം വിജയം. സംസ്ഥാന ജലസേചന മന്ത്രി, രാജ്യസഭാംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. മികച്ച പാർലമെന്റേറിയൻ പ്രഭാഷകരുമാണ്. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ നാവായിക്കുളത്ത് 1960 മെയ് 25 ജനിച്ചു. ഡോക്ടർ ഗീതയാണ് ഭാര്യ. PG കാർത്തിക് ഏക മകൻ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലടച്ചാണ് ഇടതുമുന്നണി പ്രേമചന്ദ്രന് രംഗത്തെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊത്തുള്ള വിരുന്നാണ് വിഷയം. എന്നാൽ വിരുന്ന് ജീവിതത്തിലെ പുതിയ അനുഭവമായിരുന്നെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. സൗഹൃദപരമായ സംഭാഷണമാണ് വിരുന്നിൽ നടന്നത്. മോദിയുടെ ജീവിതാനുഭവങ്ങളും ദിനേനയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതായി പ്രേമചന്ദ്രൻ MP പ്രതികരിച്ചു. അപ്രതീക്ഷിതമായുള്ള ഭക്ഷണമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് ലഭിച്ചത്. ഒരു രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും പരോക്ഷമായി പോലും ചർച്ചയുണ്ടായില്ല. പുതിയ അനുഭവമായിരുന്നു മോദിയുടെ ജീവിതാനുഭവങ്ങൾ. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇപ്പോൾ പ്രധാനമന്ത്രിയായ സമയത്തും ചെയ്യുന്ന കാര്യങ്ങൾ തുറന്ന് സംവദിച്ചു. ഒരു പ്രധാനമന്ത്രിയുമായി ഇരുന്ന് സംസാരിക്കുന്ന ഫീൽ പോലും ഇല്ലാത്ത സൗഹൃദ അന്തരീക്ഷമായിരുന്നു. ജീവിതത്തിലെ പുതിയ അനുഭവമായിരുന്നു. സന്തോഷകരമായ അനുഭവം തന്നെയായിരുന്നു അത്, ഒരു സംശയവുമില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്നലെ ബജറ്റ് സമ്മേളനം തീരും മുൻപാണ് NK പ്രേമചന്ദ്രൻ അടക്കം തെരഞ്ഞെടുക്കപ്പെട്ട MPമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിത ഉച്ചവിരുന്ന് നൽകിയത്. ചലിയെ ആപ്കോ ഏക് പനിഷ്മെന്റ് ദേനാ ഹെ,
എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് പ്രധാനമന്ത്രി MP-മാരെ സ്വീകരിച്ചത്. വാതിൽ തുറന്നത് പാർലമെന്റ് ക്യാന്റീനിൽ. പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണത്തിനുള്ള ക്ഷണമായിരുന്നു അതെന്ന് അപ്പോഴാണ് MP-മാർ തിരിച്ചറിഞ്ഞത്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് NK പ്രേമചന്ദ്രനെ മാത്രമാണ് ക്ഷണിച്ചത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിന് NK പ്രേമചന്ദ്രൻ പോയതിൽ തെറ്റില്ലെന്ന് VD സതീശൻ പറഞ്ഞു. പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ്. പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി പോയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്ന് K മുരളീധരൻ MP പ്രതികരിച്ചു. രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. വ്യക്തിപരമായി ആര് വിളിച്ചാലും പങ്കെടുക്കും. പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ ശ്രമിച്ചാൽ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചഭക്ഷണ വിരുന്നിൽ NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്ത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും. തന്നെക്കുറിച്ച് മോശം പരാമർശം നടത്തിയ പിണറായി വിജയൻ മകന്റെ വിവാഹം ക്ഷണിച്ചു. മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം സഭയിൽ സർക്കാരിനെ വിമർശിച്ച് സംസാരിച്ചു. ഇത്തരം ആരോപണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ജനത്തിനെല്ലാം അറിയാമെന്നും ഏതായാലും ഇടതുമുന്നണിയുടെ പ്രേമചന്ദ്രൻ പരിപ്പ് വീണയെ രക്ഷിക്കാനുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വയനാട് ചാലിഗ്ദയിൽ 47-കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മാനന്തവാടിയിൽ മയക്കുവെടി വെച്ച് പിടിച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പനും പുറമെ ഈ ആനയെ വയനാട്ടിൽ എത്തിയതായി വകുപ്പാണ് അറിയിച്ചത്. ഒരു മാസം മുൻപാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. ബന്ദിപ്പൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടത്. എന്നിട്ടും ആനയെ പിടികൂടുന്നതിന് പകരം വിവാദം വളർത്താൻ കാത്തിരുന്നു. ഇതും വീണയ്ക്ക് വേണ്ടിയാണെന്ന് സംശയം. 5 ദിവസം മുൻപ് സൗത്ത് വയനാട് വനം ഡിവിഷന് കീഴിലുള്ള പാതിരി സെക്ഷനിലെ വനത്തിൽ ആനയെത്തി. ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക വനം വകുപ്പിനെ കേരളം സമീപിച്ചിരുന്നു. റേഡിയോ കോളർ യൂസർ ഐഡിയും പാസ്വേഡുമാണ് കർണാടകം കൈമാറിയത്. 5 മുതൽ 8 മണിക്കൂർ വരെ വൈകിയാണ് ഇത്തരത്തിൽ വിവരം ലഭിക്കുക. അതിനാൽ ആനയുടെ നീക്കങ്ങൾ അറിയാൻ ആന്റിനിയും റിസീവറും വേണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക മുഖ്യ വനപാലകനെ സമീപിച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉത്തരമേഖല CCF KS ദീപ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ വനവകുപ്പ് സ്വന്തമായി ആന്റിനി റിസീവർ സംഘടിപ്പിച്ചെങ്കിലും ഫ്രീക്വൻസി നൽകാൻ കർണാടക തയ്യാറായില്ല. തണ്ണീർക്കൊമ്പന്റെ റേഡിയോ കോളർ വിവരങ്ങൾ ലഭിച്ചതും ആന മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ശേഷമാണ്. ഇതുകൊണ്ടാണ് കാര്യമായ പ്രയോജനവും ഉണ്ടായിരുന്നില്ല. വനവകുപ്പിന് ചെയ്യാൻ കഴിയുന്ന നിയമപരമായ എല്ലാ നടപടിയും ദ്രുതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെന്ന് അജിയുടെ മരണത്തിന് പിന്നാലെ സംസ്ഥാന വനമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണമുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാനാകൂ. ജനക്കൂട്ടം ഉണ്ടാകുന്നത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തും. സൗമ്യമായി ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം. പ്രശ്നങ്ങളെ സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികളാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് അവസാനത്തെ നടപടി മാത്രമാണ്. എന്നാൽ ആളഭയവും കൃഷിനാശവുമില്ലാതെ പ്രതിരോധമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. സാധാരണ നടപടികൾ കൊണ്ട് മാത്രം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വനവകുപ്പിനെതിരെ വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തി. ആന ഇറങ്ങിയതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഡ്രോൺ വഴി നിരീക്ഷണം നടത്തുകയും ആന എവിടെയെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല. പിന്നീട് ഡ്രോൺ ചാർജ് ചെയ്യാൻ മറ്റൊരു വീട്ടിൽ വെച്ചിരിക്കുകയാണെന്ന് മറുപടി ലഭിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആന ജനവാസ മേഖലയിൽ ഇറങ്ങാത്ത വിധം എന്തുകൊണ്ട് തുരത്താൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ആളുകൾ വാട്സപ്പ് വഴി പരസ്പരം വിവരം പങ്കുവച്ചതല്ലാതെ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്തരം നടപടികൾ മനഃപൂർവ്വമായിരുന്നു എന്നാണ് സംശയം. ദുർബലനായ വനം മന്ത്രിയെ CPM-ന് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നത് കാലം തെളിയിച്ചിട്ടുണ്ട്.